Hi everyone, welcome back. Today we are going to discuss some topics from aldehydes, ketones and carboxylic acid, that is physical properties. Let us start. Okay, are you ready? Okay, aliphatic carboxylic acids up to 9 carbon atoms are colorless liquids at room temperature with unpleasant odors. Aliphatic carboxylic acid up to 9 carbon atoms are colorless liquids ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ വിത്ത് അൺപ്ലസൻറ്റ് ഓഡേഴ്സ് ആയിരിക്കും. അപ് ടു 9 കാർബൺ ആറ്റംസ് വരെ കളർലെസ് ആയിരിക്കും, അൺപ്ലസൻറ്റ് ഓർഡർ ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ. ദി ഹയർ ആസിഡ്സ് ആർ വാക്സ് ലൈക്ക് സോളിഡ്സ് ആയിരിക്കും ആൻഡ് ആർ പ്രാക്ടിക്കലി ഓർഡർലെസ് ഡ്യൂ ടു ദർ ലോ വോളറ്റിലിറ്റി. ദെൻ ഹയർ ആസിഡ്സ് carboxylic acids up to 9 carbon atoms are colorless liquids at room temperature with unpleasant odors ആണ്. The higher acids are wax-like solids and are practically colorless due to their low volatility. കണ്ടോ, ഹയർ ആസിഡ്സ് എന്ന് പറയുന്നത് വാക്സ് ലൈക്ക് സോളിഡ്സ് ആണ്, അവർ പ്രാക്ടിക്കലി കളർലെസ് ആണ്, ദാറ്റ് ഈസ് ഡ്യൂ ടു ദർ ലോ വോളറ്റിലിറ്റി. Carboxylic acids are higher boiling liquids than aldehydes, ketones and even alcohols of comparable molecular masses. കാർബോക്സിലിക് ആസിഡിന് ഹയർ ബോയിലിംഗ് ലിക്വിഡ്സ്, കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ഹയർ ബോയിലിംഗ് ലിക്വിഡ്സ് ആണ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് ഈവൻ ആൽക്കഹോൾസ് ഓഫ് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ളവരെക്കാളും ഹയർ ബോയിലിംഗ് ലിക്വിഡ്സ് ആണ് കാർബോക്സിലിക് ആസിഡ്. ദിസ് ഈസ് ഡ്യൂ ടു മോർ എക്സ്റ്റെൻസീവ് അസോസിയേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് മോളിക്യൂൾ ത്രൂ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻ ദി കേസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്, in extensive association of carboxylic acid molecule through intermolecular hydrogen bonding. കാർബോക്സിലിക് ആസിഡിലെ മോളിക്യൂൾസിന് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് മൂലമാണ് അവർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ദാറ്റ് ഈസ് ഡ്യൂ ടു ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. കാർബോക്സിലിക് ആസിഡ്സ് ആർ ഹയർ ബോയിലിംഗ് ലിക്വിഡ്സ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് അവരുടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വെച്ചിട്ടാണ്. ദി ഹൈഡ്രജൻ ബോണ്ട്സ് ആർ നോട്ട് ബ്രോക്കൺ കംപ്ലീറ്റ്ലി ഈവൻ ഇൻ ദ വേപ്പർ ഫേസ്. വേപ്പർ ഫേസിൽ പോലും ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആകുന്നില്ല. ഇൻഫാക്ട് മോസ്റ്റ് കാർബോക്സിലിക് ആസിഡ് എക്സിസ്റ്റ് ആസ് ഡൈമർ ഇൻ ദ വേപ്പർ ഫേസ് ഓർ ഇൻ ദ അപ്രോട്ടിക് സോൾവെൻ്റ്. അപ്പോൾ നമ്മുടെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കാർബോക്സിലിക് ആസിഡ് എക്സിസ്റ്റ് ആസ് എ ഡൈമർ ഇൻ വേപ്പർ ഫേസ് ഓർ ഇൻ ദ അപ്രോട്ടിക് സോൾവെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, സിമ്പിൾ ആലിഫാറ്റിക് കാർബോക്സിലിക് ഹാവിങ് അപ് ടു 4 കാർബൺ ആറ്റംസ് ആർ മിസിബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് വാട്ടർ. സിമ്പിൾ ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് ഹാവിങ് അപ് ടു 4 കാർബൺ ആറ്റംസ്, അപ്പോൾ അപ് ടു 4 കാർബൺ ആറ്റംസ് വരെയുള്ള സിമ്പിൾ ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് വാട്ടറുമായിട്ട് മിസിബിൾ ആണ്. കാരണം ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ, വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ അവർക്ക് പറ്റും, അതുകൊണ്ട് അവർ മിസിബിൾ ആണ്. ദ സോലിബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. കാർബൺ ആറ്റത്തെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സോലിബിലിറ്റി ഡിക്രീസ് ആവും. ഹയർ കാർബോക്സിലിക് ആസിഡ്സ് ആർ പ്രാക്ടിക്കലി ഇൻസോലിബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ ഓഫ് ദി ഹൈഡ്രോകാർബൺ പാർട്ട്. ഹയർ കാർബോക്സിലിക് ആസിഡ്സ് ആർ പ്രാക്ടിക്കലി ഇൻസോലിബിൾ ഇൻ വാട്ടർ ആണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ ഓഫ് ദി ഹൈഡ്രോകാർബൺ പാർട്ട്. അപ്പോൾ നമ്മുടെ കാർബോക്സിലിക് ആസിഡ്സ് ഹയർ ആയാൽ അവർ വാട്ടറിൽ ഇൻസോലിബിൾ ആകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ ആയിരിക്കും. ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ ഓഫ് ദി ഹൈഡ്രോകാർബൺ പാർട്ട്, ഹൈഡ്രോകാർബൺ പാർട്ടിൻ്റെ ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ ആയിരിക്കും. ഹൈഡ്രോഫോബിക് മീൻസ് വാട്ടർ റിപ്പല്ലിംഗ് നേച്ചർ. ഇനി ബെൻസോയിക് ആസിഡ്, ദ സിംപ്ലസ്റ്റ് ആരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് ഈസ് നിയർലി ഇൻസോലിബിൾ ഇൻ കോൾഡ് വാട്ടർ. ബെൻസോയിക് ആസിഡ് മീൻസ് ദാറ്റ് ഈസ് എ സിമ്പിൾ ആരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് ആണ്, അത് ഇൻസോലിബിൾ ഇൻ കോൾഡ് വാട്ടർ. കാർബോക്സിലിക് ആസിഡ്സ് ആർ ഓൾസോ സോലിബിൾ ഇൻ ലെസ് പോളാർ ഓർഗാനിക് സോൾവെൻറ്റ്സ് ലൈക്ക് ബെൻസീൻ, ഈതർ ആൽക്കഹോൾ, ക്ലോറോഫോം എക്സെട്ര. അപ്പോൾ കാർബോക്സിലിക് ആസിഡ്സ് ആർ ഓൾസോ സോലിബിൾ ഇൻ ലെസ് പോളാർ ഓർഗാനിക് സോൾവെൻറ്റ്സ് ലൈക്ക് പോളാർ ഓർഗാനിക് സോൾവെൻറ്റ്സ്. ലെസ് പോളാർ ഓർഗാനിക് സോൾവെൻറ്റ്സ് ആണ് നമ്മുടെ ബെൻസിൻ, ഈഥർ, അതുപോലെ ആൽക്കഹോൾ, ക്ലോറോഫോം എക്സെട്ര. അതിലും കാർബോക്സിലിക് ആസിഡ് സോലിബിൾ ആകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എല്ലാ പോയിൻറ്റും ഈച്ച് ആൻഡ് എവറിത്തിങ് നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവിങ് ദി ക്ലീവേജ് ഓഫ് OH ബോണ്ട്, അസിഡിറ്റി.
reactions with metals and alkalis. Carboxylic acids like alcohol evolve hydrogen with electropositive metals and form salt with alkali similar to phenol. Carboxylic acids like alcohols evolve hydrogen with electropositive metal. കാർബോക്സിലിക് ആസിഡ് എന്ന് ആൽക്കഹോളിനെ പോലെ തന്നെ ഇലക്ട്രോപോസിറ്റീവ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും. കണ്ടോ, കാർബോക്സിലിക് ആസിഡ് ഇലക്ട്രോപോസിറ്റീവ് മെറ്റലായി സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം കാർബോക്സിലേറ്റ് പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ കാർബോക്സിലിക് ആസിഡ്സും ആൽക്കഹോളും തമ്മിലുള്ള റിസംബിൾനെസ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാർബോക്സിലിക് ആസിഡ് ആൻഡ് ആൽക്കഹോൾ. കാർബോക്സിലിക് ആസിഡ്സ് ലൈക്ക് ആൽക്കഹോൾ ഇവോൾവ് ഹൈഡ്രജൻ വിത്ത് ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽസ് ആൻഡ് ഫോം സോൾട്ട് വിത്ത് ആൽക്കലി സിമിലർ ടു ഫീനോൾസ്. കണ്ടോ, ഫീനോളിനെ പോലെ തന്നെ ആൽക്കലിയുമായിട്ട് സോൾട്ട് ഫോമേഷൻ നടത്തും. ആര്? കാർബോക്സിലിക് ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് ആൽക്കലി ടു ഫോം സോൾട്ട്. ഓക്കെ, അപ്പോൾ കാർബോക്സിലിക് ആസിഡ് ലൈക്ക് ഫീനോൾസ് ഇറ്റ് റിയാക്ട് വിത്ത് ആൽക്കലി ടു ഫോം സോൾട്ട് പ്ലസ് വാട്ടർ. Okay, then carboxylic acid react with sodium hydrogen carbonate, then sodium salt of carboxylate ion, then water plus carbon dioxide. However, unlike phenols, they react with weaker bases such as carbonates and hydrogen carbonate to evolve carbon dioxide. This reaction is used to detect the presence of carboxyl group in an organic compound. ഇപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ഇത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ കാർബണേറ്റുമായിട്ടുള്ള റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ നമ്മുടെ ഫീനോൾ തരുന്നില്ല. ഫീനോളും കാർബോക്സിലിക് ആസിഡും റിസംബിൾനെസ് ഉള്ള ഇക്വേഷൻ ഇതാണ്. കണ്ടോ, കാർബോക്സിലിക് ആസിഡ് ലൈക്ക് ഫീനോൾ റിയാക്ട് വിത്ത് ആൽക്കലി ടു ഫോം സോൾട്ട്. അതുപോലെ ഫീനോള് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നില്ല. അതേസമയം നമ്മുടെ കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് ആൻഡ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്സ് ടു ഇവോൾവ് കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സ് ടെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. കാർബോക്സിലിക് ആസിഡ്സ് ആൽക്കഹോളിനെ കൂട്ട് തന്നെ അത് ഇലക്ട്രോപോസിറ്റീവ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും. ഫീനോളിനെ പോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് ഫോം ചെയ്യും. പക്ഷേ അൺലൈക്ക് ഫീനോൾ ദ റിയാക്ട് വിത്ത് വീക്കർ ബേസസ് സച്ച് ആസ് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സ് ടു ഇവോൾവ് കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ് ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. Okay, then carboxylic acid dissolves in water to give a resonance stabilized carboxylate anion and hydronium ion. കണ്ടോ, ഇതാണ് കാർബോക്സിലിക് ആസിഡ് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ടു ഫോം ഹൈഡ്രോണിയം അയോൺ ആൻഡ് കാർബോക്സിലേറ്റ് ആനയോൺ. റെസണൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോക്സിലേറ്റ് ആനയോൺ ആൻഡ് ഹൈഡ്രോണിയം അയോൺ. ഓക്കെ, for the above reaction K equilibrium is equal to the positive into RCO minus divided by H2 into RCOH. Product of the concentration of the product divided product of the concentration of the reactants. അപ്പോൾ നമുക്ക് Ka is equal to, this water is a constant there, so K equilibrium into H2 that is equal to Ka. Dissociation constant of acid അല്ലെങ്കിൽ acid dissociation constant that is equal to H3O positive into RCO minus divided by RCOH, that is known as acid dissociation constant. K that is equilibrium constant, KEQ that is equilibrium constant, and Ka is acid dissociation constant. For convenience, the strength of an acid is generally indicated by its pKa value rather than its Ka value. ഒരു ആസിഡിൻ്റെ സ്ട്രെങ്ത് pKa വാല്യൂ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റാദർ ദാൻ ഇറ്റ്സ് Ka വാല്യൂ. pK ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് Ka. ഇതൊക്കെ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചാണ് പ്ലസ് 1. pK ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് -7, കറക്റ്റായിട്ട് പഠിച്ചോണം. വേറാസ് pK ഓഫ് ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ് ദാറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓർഗാനിക് ആസിഡ്. ഓക്കെ, ഇറ്റ്സ് pKa വാല്യൂ 0.23.
Benzoic acid its pKa value 4.19. Acetic acid its pKa value 4.76. ഓരോരുത്തരുടെയും പി കെ വാല്യൂ കറക്റ്റായിട്ട് പഠിക്കുക. സ്മോളർ ദി പി കെ എ ദി സ്ട്രോങ്ങർ ഈസ് ദി ആസിഡ്, ദ ബെറ്റർ ഇറ്റ് ഈസ് എ പ്രോട്ടോൺ ഡോണർ. സ്ട്രോങ്ങർ ആസിഡ്സ് ഹാവ് പി കെ എ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. Acids with pKa value between 1 and 5 are considered to be moderately strong acids. Less than 1, strong acids. In between 1 and 5, moderately strong acids. Weak acids have pKa value between 5 and 15. Extremely weak acids have pKa value greater than 15. Okay. Then carboxylic acids are weaker than mineral acids, but they are stronger acids than alcohol and many simple phenols. കണ്ടോ, കാർബോക്സിലിക് ആസിഡ്സ് ആർ വീക്കർ ദാൻ മിനറൽ ആസിഡ്. മിനറൽ ആസിഡ്സിനേക്കാളും വീക്കറാണ് അവർ. ബട്ട് ദേ ആർ സ്ട്രോങ്ങർ ആസിഡ്സ് ദാൻ ആൽക്കഹോൾ. ആൽക്കഹോളിനേക്കാളും സ്ട്രോങ്ങർ ആസിഡാണ്. ആൻഡ് മെനി സിമ്പിൾ ഫീനോൾസ്, ഫീനോളിനേക്കാളും ചില സിമ്പിൾ ഫീനോൾസിനേക്കാളും അതുപോലെ തന്നെ ആൽക്കഹോൾസിനേക്കാളും സ്ട്രോങ്ങറാണ് കാർബോക്സിലിക് ആസിഡ്. പക്ഷേ മിനറൽ ആസിഡ്സിനേക്കാളും വീക്കറായിരിക്കും. In fact, carboxylic acids are amongst the most acidic organic compound you have studied so far. You already know why phenol are more acidic than alcohols. നമ്മൾ പഠിച്ചതാണ്. The higher acidity of carboxylic acid as compared to phenol can understood similarly. The conjugate base of carboxylic acid, that is a carboxylate ion. കറക്റ്റായിട്ട് പഠിക്കാൻ നോക്കുക. The conjugate base of carboxylic acid, carboxylic acidൻ്റെ conjugate base എന്ന് പറഞ്ഞാൽ carboxylate ion ആണ്. It is stabilized by two equivalent resonating structures in which the negative charge is at the more electronegative oxygen atom. But in the case of phenol, the conjugate base means that is a phenoxide ion. It has non-equivalent resonating structures in which the negative charge is at the less electronegative carbon atoms. Therefore, resonance in phenoxide is not as important as it is in the carboxylate ion. Further, the negative charge is delocalized over two electronegative oxygen atom in carboxylate ion, whereas it is less effectively delocalized over one oxygen atom and less electronegative carbon atoms in phenoxide ion. Thus, the carboxylate ion is more stabilized than phenoxide ion. So, carboxylic acids are more acidic than phenol. Why the carboxylic acids are more acidic than phenol? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് എല്ലാവരും പഠിച്ചിരിക്കുക. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ. കാർബോക്സിലിക് ആസിഡ്, carboxylic acid, അതുപോലെ തന്നെ phenol, carboxylic acid. In the case of carboxylic acid, the conjugate base is a carboxylate ion. Conjugate base means that is a carboxylate ion. But in the case of phenol, its conjugate base means that is phenoxide ion. First point, understood? Conjugate base, in the case of carboxylic acid, the conjugate base is carboxylate ion, but in the case of phenol, it is a phenoxide ion. Second point about stabilization. Carboxylic acid has two equivalent resonating structures. Carboxylic acid have two equivalent resonating structures, but in the case of phenol, it has non-equivalent resonance structure. Non-equivalent resonance structure. Okay. In the case of carboxylate ion, the negative charge is delocalized over two electronegative oxygen atom. Delocalized over two electronegative oxygen atoms. But in the case of phenoxide ion, this negative charge is less effectively delocalized over most electronegative oxygen atom and the less electronegative carbon atom. Therefore, the carboxylate ion is more stabilized than phenoxide ion. So, carboxylic acids are more acidic than phenol. Once again, in the case of carboxylic acid, its conjugate base means that is carboxylate ion. But in the case of phenol, it is phenoxide ion.
Carboxylic acid, it is stabilized by two equivalent resonating structures, but in the case of phenol, it has only non-equivalent resonating structures. In the case of carboxylate ion, negative charge is delocalized over two electronegative oxygen atom, two more electronegative oxygen atom. But in the case of phenoxide ion, the negative charge is less effectively delocalized over most electronegative oxygen atom and less electronegative carbon atom. So the carboxylate ion is more stabilized than phenoxide ion. So carboxylic acids are more acidic than phenol. Correct ആയിട്ട് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇനി effect of substituents on the acidity of carboxylic acid. Substituents may affect the stability of conjugate base and thus also affect the acidity of carboxylic acid. Electron withdrawing group increases the acidity of carboxylic acid by stabilizing the conjugate base through delocalization of the negative charge by inductive and or resonance effect. Electron withdrawing group നമ്മൾ പഠിച്ചതാണ് നേരത്തെ, ഇൻക്രീസസ് ദ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും ആരുടെ? കാർബോക്സിലിക് ആസിഡിൻ്റെ. എങ്ങനെയാണ്? ബൈ സ്റ്റെബിലൈസിങ് ദ കോൺജുഗേറ്റ് ബേസ് ത്രൂ ഡീലോക്കലൈസേഷൻ ഓഫ് ദി നെഗറ്റീവ് ചാർജ് ബൈ ഇൻഡക്റ്റീവ് ആൻഡ് റെസണൻസ് എഫക്റ്റ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. കണ്ടോ? ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദി അസിഡിറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പ് ആണെങ്കിൽ. by stabilizing the conjugate base through delocalization of the negative charge by inductive and resonance effect. But in the case of electron donating group, decreases the acidity by destabilizing the conjugate base. Okay, this is electron withdrawing group. Electron withdrawing group increases the acidity of the carboxylic acid, but electron donating group decreases the acidity of the carboxylic acid. Okay, this is stabilizes the carboxylate anion and strengthens the acid. This one destabilizes the carboxylic acid and weakens the acid. Okay, correct ആയിട്ട് പറഞ്ഞു പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് എഫക്റ്റ് ഓഫ് ദി ഫോളോവിങ് ഗ്രൂപ്പ് ഇൻ ദി ഇൻക്രീസിങ് അസിഡിറ്റി ഓർഡർ. ഈ അസിഡിറ്റി ഓർഡർ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കണം. ഓർഡർ നോക്കിക്കോളൂ കേട്ടോ. ഓർഡർ CF3 NO2 CN F Cl Br I pH. ഓക്കെ, ഇത് കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. ദ ഫോളോവിങ് അസിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഓർഡർ ഓഫ് ഇൻക്രീസിങ് അസിഡിറ്റി ബേസ്ഡ് ഓൺ pKa വാല്യൂ. നോക്കുക, ഇപ്പോൾ CF3 ഇത് CF3COH ആണ്. COOHനോടൊപ്പം എത്ര കണ്ട് ഈ വരുന്ന ഈ ഗ്രൂപ്പുകൾ എത്ര കണ്ട് അടുത്തിരിക്കുന്നോ അത്ര കണ്ട് ആസിഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, നമ്മുടെ ഈ COH ഗ്രൂപ്പിനോട് ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ എത്ര കണ്ട് അടുത്ത് വരുന്നോ അത്ര കണ്ട് അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ആകും. അവരെത്ര കണ്ട് അകന്നു പോകുന്നോ അതനുസരിച്ച് അസിഡിക് ക്യാരക്ടർ ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓർഡർ പഠിക്കുക, അതിനൊപ്പം തന്നെ ആ കാര്യവും കൂടെ ഓർത്തിരിക്കുക. ഇവിടെ നോക്കിക്കേ, കണ്ടോ CF3 ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം CF3 ആണ് അസിഡിക് ക്യാരക്ടർ കൂടുതലുള്ളത്. സോ CF3COH ഈസ് ഗ്രേറ്റർ ദാൻ CCl3COH. ഓക്കെ, ദെൻ ക്ലോറിൻ ആൻഡ് NO2. കമ്പയർ ദിസ് ക്ലോറിൻ ആൻഡ് NO2. ക്ലോറിൻ ഈസ് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് COH ഗ്രൂപ്പ്, ബട്ട് NO2 എന്ന് പറഞ്ഞാൽ COH ഗ്രൂപ്പിൽ നിന്ന് അകന്നു പോയി. കണ്ടോ, ഇവിടെ ഒരു CS2 ഗ്രൂപ്പ് കയറി വന്നു. പക്ഷേ ആസിഡ് സ്ട്രെങ്ത് കൂടുതൽ NO2-നാണ്. പക്ഷേ ആസിഡ് സ്ട്രെങ്ത് COHുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൾക്കാട് കൂടുതൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യുന്ന ക്ലോറിനാണ് ഇവിടെ. കണ്ടോ, അപ്പോൾ NO2 ഈ കോമ്പൗണ്ടിന് ആസിഡ് സ്ട്രെങ്ത് കുറഞ്ഞു, ഡിക്രീസസ്. ഓക്കെ, കറക്റ്റ് മനസ്സിലാക്കണം. NO2-നാണ് അസിഡിക് ക്യാരക്ടർ കൂടുതലെങ്കിലും NO2 COHൽ നിന്ന് അകന്ന് പോയത് കൊണ്ട് അതിൻ്റെ അസിഡിക് ക്യാരക്ടർ ഡിക്രീസായി. അതുപോലെ NCN നോക്ക്, CN കണ്ടോ, CNനും NO2-നാണ് കൂടുതൽ. രണ്ടുപേരും ഒരേ ലെവലിലാണ്. COHൽ നിന്ന് CS2 ഗ്രൂപ്പ് ഡിഫറൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഓർഡറിൽ ആ കറക്റ്റ് ഓർഡറിൽ തന്നെ വരും. ഇവിടെ നോക്കുക, Fഉം Clഉം രണ്ടുപേരും COHൽ നിന്ന് CH2 ഡിഫറൻസിലാണ് നിൽക്കുന്നത്. CH2 ഡിഫറൻസിൽ. അപ്പോൾ ഇതിൽ ആർക്കാണോ ഇവിടെ അസിഡിക് ക്യാരക്ടർ കൂടുതൽ അയാൾക്ക് തന്നെയായിരിക്കും അസിഡിക് Fഉം Clഉം. അപ്പോൾ അത് ആക്ക കൂടുതൽ Fന് തന്നെ. പിന്നെ ഇത് Br ആ ഓർഡറിൽ തന്നെ വരും. ഇത് കണ്ടോ,
HCOH ആണ്. ഇത് കണ്ടോ, COHും Clഉം കണ്ടോ, 2CS2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അസിഡിക് ക്യാരക്ടർ കുറച്ചുകൂടി ഡിക്രീസ് ആകും. ഇത് കണ്ടോ, ബെൻസോയിക് ആസിഡ് കണ്ടോ, COH. ഇതിനിടയ്ക്ക് ഒരു CS2 ഗ്രൂപ്പ് കയറി വന്നു കണ്ടോ, അപ്പം വീണ്ടും അസിഡിക് ക്യാരക്ടർ കുറയും. ഇത് കണ്ടോ, CS3COH, CS3CS2COH. കറക്റ്റ് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഡയറക്റ്റ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ദി ഗ്രൂപ്പ് സച്ച് ആസ് ഫിനൈൽ ഓർ വിനൈൽ ടു ദ കാർബോക്സിലിക് ആസിഡ് ഇൻക്രീസസ് ദ അസിഡിറ്റി ഓഫ് ദി കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കോൺട്രറി ടു ദ ഡിക്രീസ് എക്സ്പെക്റ്റഡ് ഡ്യൂ ടു റെസൊണൻസ് എഫക്റ്റ്. കണ്ടോ, അകന്നു പോയാൽ ഡിക്രീസ് ആവും, ദാറ്റ് ഈസ് ഡ്യൂ ടു റെസൊണൻസ് എഫക്റ്റ് ആണ്. ഓക്കെ, CS2CH C ഡബിൾ ബോണ്ട് H. Okay, this is because greater electronegativity of sp2 hybridized carbon to which the carbonyl carbon is attached. The presence of electron withdrawing group on the phenyl of aromatic carboxylic acid increases their acidity, while electron donating group decreases the acidity. അപ്പോൾ ഇതിനകത്ത് this is because of greater electronegativity of sp2 hybridized carbon to which the carbonyl carbon is attached. കണ്ടോ, കാർബണൈൽ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണോട് കൂടിയാണ്. ഇറ്റ് ഹാസ് ഗ്രേറ്റർ എസ് ക്യാരക്ടർ. ഓഫ് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഓൺ ദി ഫിനൈൽ ഓഫ് ആരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് ഇൻക്രീസസ് ദർ അസിഡിറ്റി, വൈൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് ദർ അസിഡിറ്റി. ഇതാണ് ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ബെൻസോയിക് ആസിഡിലെ ഫിനൈൽ ഗ്രൂപ്പുമായിട്ട് ഒരു ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ, ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ്, ഓക്കെ, ദാറ്റ് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദെയർ അസിഡിറ്റി ഇൻക്രീസ് ആവും. pKa വാല്യൂ 3.41 ആണ്. ബട്ട് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ, അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിൻ്റെ അസിഡിക് ക്യാരക്ടർ ഡിക്രീസസ് ആയിരിക്കും. pKa വാല്യൂ 4.46. നമ്മൾ പറഞ്ഞു ലോവർ ദി സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് ഈസ് ജനറലി ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് pKa വാല്യൂ. pKa വാല്യൂ എത്ര കണ്ട് ലെസ് ആകുന്നു അത്ര കണ്ട് ആസിഡ് സ്ട്രെങ്ത് കൂടും. pKa വാല്യൂ എത്ര കണ്ട് ലെസ് ആകുന്നു അത്ര കണ്ട് ആസിഡ് ക്യാരക്ടർ കൂടും. ഓക്കെ, അപ്പം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് ഡിക്രീസ് ആകുകയും, ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പാണ് ഒരു കാർബോക്സിലിക് ആസിഡിൻ്റെ ഫിനൈൽ ഗ്രൂപ്പിനോടൊപ്പം വരുന്നതെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കറക്റ്റായിട്ട് പറഞ്ഞ് പഠിക്കുക കേട്ടോ. ഓക്കെ, ദി പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഓൺ ദി ഫിനൈൽ ഓഫ് ആരോമാറ്റിക് carboxylic acid increases their acidity, while electron donating group decreases their acidity. Okay guys, study up to here. The remaining topic means that is solely some more topic left that we will study in the next class. Okay, bye.